കൃഷ്ണ ഗുരുവായൂരപ്പ. പുതിയൊരു അറിയിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങി. അതായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുതിയ വിജ്ഞാപനമാണ്. RJ 290/2025 7/4/2025 ഇറങ്ങിയ ദേവസ്വം വിജ്ഞാപനമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കോ ദേവസ്വം അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും സുരക്ഷാ ചുമതല വഹിക്കുന്നതിന് ഒഴിവുള്ള 20 സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് 16/4/2025 തീയതി രാവിലെ 11:30 മണിക്ക് വാക്കൻ ഇൻ്റർവ്യൂ നടത്തുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. പ്രതിമാസം മൊത്ത വേതനം 21,175 രൂപയാണ്. പ്രായം 2/1/25 60 വയസ്സ് കവിയാത്തവരായി ആയിരിക്കണം. നിയമന കാലാവധി ഉത്തരവ് തീയതി മുതൽ 30/4/2026 കൂടി 1 വർഷമാണ്. യോഗ്യതകൾ: സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള എക്സ് സർവീസ്മാൻ, ആർമി, നേവി, എയർഫോഴ്സ്, അങ്ങനെ എക്സ് സർവീസ്മാൻ ആയിട്ടുള്ളവരായിരിക്കണം. അപേക്ഷകർ ആരോഗ്യ ദൃഢഗാത്രരും നല്ല കാഴ്ചശക്തിയുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരുമായിരിക്കണം. വയസ്സ്, യോഗ്യതകൾ, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ്, അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത റാങ്കിലുള്ള സർക്കാർ ഡോക്ടറുടെയോ ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടറുടെയോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. മേൽപ്രകാരം രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ മൊബൈൽ നമ്പർ സഹിതം ദേവസ്വം ഓഫീസിൽ 10 AM സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഒപ്പുവെക്കുന്ന ഡോക്ടറുടെ യോഗ്യത, രജിസ്റ്റർ നമ്പർ, സർട്ടിഫിക്കറ്റ്, ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും. വിശദവിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിലോ 0487 255 6355 0487 2556335 ഈ നമ്പറിൽ വിളിച്ചാൽ വിവരങ്ങൾ ടെലിഫോൺ വഴിയോ അറിയാവുന്നതാണ്. ഉത്തരവിൻ പ്രകാരം അസിസ്റ്റൻറ്റ് മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ. ഈ ഇതിലേക്ക് എല്ലാവരും അപേക്ഷ കൊടുക്കുക. സൈനിക, അർദ്ധസൈനിക വിഭാഗത്തിൽപ്പെട്ട എക്സ് സർവീസ്മാൻമാർക്കാണ് അതിന് മുൻഗണന. ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു ഭാഗ്യം തന്നെ വേണം. ആ സൗഭാഗ്യം 20 പേർക്കാണ് കിട്ടാനുള്ളത്. അതിലേക്ക് തയ്യാറായ ആളുകളെല്ലാവരും അപേക്ഷ കൊടുക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എന്തായാലും ആ ജോലി ലഭിക്കുന്നതാണ്. എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ ശ്രമിക്കുക. ആർക്കൊക്കെയാണോ ഭാഗ്യമുള്ളത് വെച്ചാൽ അവരിലേക്ക് എത്തട്ടെ.